ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്കാണ്. പക്ഷെ പോണ വഴിക്ക് ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി. അപ്പു ആരി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ ശുദ്ധമായി ശ്വസിക്കാൻ പോയതാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല ഗൈസ്, അപ്പു പുതിയ ബൈക്ക് എടുത്ത് അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരവിടെ പോയപ്പോൾ ഞങ്ങളും അവിടെ എത്തി. പിന്നീട് ആ നാട്ടുകാർ കണ്ടത് ഞങ്ങളുടെ അതിഗംഭീരമായ പ്രഹസനമായിരുന്നു. ആദ്യം തുമ്പമ്മേനെ വെച്ചിട്ടൊരു ട്രിപ്പ് പോയി, അത് കഴിഞ്ഞ് അല്ലൂട്ടനെ വെച്ചൊരു ട്രിപ്പ് പോയി, അത് കഴിഞ്ഞ് ഞാനും കയറി അങ്ങനെ അറിഞ്ചം പുറിഞ്ചം അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓടുകയായിരുന്നു ഗൈസ്. സംഭവം തുമ്പമ്മയ്ക്ക് ബൈക്ക് പോകാൻ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അപ്പൂൻ്റെ കൂടെ പോയിപ്പോൾ അവൾക്ക് ശീലമായി. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇവിടെ പോകുമ്പോൾ അവരുടെ കൂടെ ബൈക്കിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ എന്താ ഞങ്ങൾ വീട്ടിലേക്ക് പോകണമെന്നല്ലേ. അപ്പോൾ ആദ്യം തൃശ്ശൂർ പോകണതിന് മുമ്പൊക്കെ ഒരു ദിവസം വീട്ടിൽ നിന്ന് കോഴീനെ ഗ്രില്ല് ചെയ്യണം എന്നൊക്കെയുള്ള വലിയ വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ട് അപ്പു വാ ഏട്ടാ വൈശാട്ടാ പൂവേ വാടി 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 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. പക്ഷെ പോയിട്ട് പിന്നെ എന്താ സംഭവിച്ചത് നിങ്ങൾ കാണണം കേട്ടോ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾ കാണണം. വീട്ടിൽ പോകാൻ ധൃതി കൂട്ടാത്തത് അമ്മ കുറച്ച് കഴിയുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഇതിലെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച്. അപ്പോൾ മക്കൾ രണ്ടുപേരും അതിൽ കയറി പോകണണ്ടപ്പോൾ എനിക്കും എൻ്റെ അനിയനൊരു വണ്ടി വാങ്ങിയിട്ട് അവർ മാത്രം പോയാൽ മതിയോ എന്ന് വിചാരിച്ച് ഞാനും കയറാൻ നിന്നു കേട്ടോ. എനിക്ക് എന്നെ തന്നെ ഇപ്പോൾ കാണുമ്പം ഞാൻ കുറച്ച് തടി കൂടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ആര്യനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു, ഞാൻ തടി കൂടിയോടി, ഞാൻ തടി കൂടിയോന്ന്. സീരിയസ്ലി നമ്മൾ ഈ തടിച്ച ആൾക്കാർ, തടി കൂടുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ഹാപ്പിയാണെന്ന്. അതുപോലെ ഈ ഹാപ്പി ഹോർമോൺസ് കൂടുമ്പം തടി കൂടുമെന്ന് പറഞ്ഞ സത്യമാണ് എനിക്ക് ഏറെക്കുറെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് തടി കൂടിയിട്ടുണ്ട് ഗൈസ്. വൈശാട്ടം വന്നതിന് ശേഷമാണെങ്കിൽ പിന്നെ ഞാൻ അടിവരായിട്ട് പറഞ്ഞു, ഞാൻ ഫുഡ് അടിക്കുന്ന കാര്യത്തിൽ കുറച്ച് കൂടുതലാണ് ഗൈസ്. അതുകൊണ്ടും പിന്നെ തീരെ ഒന്നും കൺട്രോൾ ഇല്ല ഗൈസ്. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഡയറ്റ് എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓവർ തടി കൂടിയെന്നല്ല, പക്ഷേ എൻ്റെ മുഖത്തിൻ്റെ തടി എനിക്ക് കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വയറൊക്കെ കുറയാണ് ചെയ്യണത്, പക്ഷേ എൻ്റെ മുഖം സീനാണ് ഗൈസ്. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മെലിയിച്ചെടുക്കണം. ഓൾറെഡി ഡബിൾ ചിന്നും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കത് കുറച്ചൊന്ന് തടി കൂടിയാൽ പോലും അത് നന്നായിട്ട് അത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് ഞാൻ അത്ര എന്താ പറയുക കോൺഫിഡൻ്റ് അല്ല. പിന്നെ ഞാൻ എന്നെ തന്നെ കുറ്റം പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് പറയും, ഈ വൈശാട്ടം വന്നതിന് ശേഷം ഞാൻ തടിച്ചു, വൈശാട്ടം കാരണമാണ് ഞാൻ തടിച്ചത്, എൻ്റെ മുഖമൊക്കെ തടിച്ചിട്ടുണ്ട് വൈശാട്ടം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വൈശാട്ടം പറയടി ഇപ്പം നന്നാവുകയാണ് ചെയ്തതെന്നൊക്കെ പറയട്ടോ. പക്ഷേ വൈശാട്ടൻ അത് പറയാം, എനിക്കത് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് സങ്കടം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി ഞങ്ങൾ പോണത് വലിയച്ഛൻ്റെ വീട്ടിലേക്കാണ്. അതിൻ്റെ ഇടയിൽ തുമ്പമ്മേനെ ദേഷ്യം പിടിപ്പിക്കാനാണ് കേട്ടോ ഞാൻ അപ്പൂന് കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് എൻ്റെ അപ്പു എന്നൊക്കെ പറയണം കേട്ടോ. കാരണം തുമ്പീൻ്റെ മാത്രം അപ്പുവാണ്, വേറെ ആരുടെ അപ്പുവല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അവളെങ്ങനെ എന്താ പറയുക ഒന്ന് എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് പറയണതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ അതാ വലിയച്ഛൻ്റെ വീട്ടിൽ പോയി അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നപാട് അപ്പു അതാ അവിടെ ഹുദാ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന കേട്ടോ. അച്ചച്ച ഇവിടെ എന്തൊക്കെയോ കഥ പറഞ്ഞിരിക്കുന്നുണ്ട്. തുമ്പമ്മതാ അച്ഛന് യൂറിന് ട്യൂബ് ഇട്ടുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും അച്ഛൻ ഓക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വിളക്കെത്തിക്കാനായി തന്നെ ആര്യ അപ്പം മുന്നിൽ വിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ പോവാണ്. അപ്പു ആര്യ ഓളെ കൂട്ടാതെ പോയതിൻ്റെ സങ്കടമാണ് കേട്ടോ തുമ്പിക്ക്. കൂട്ടാതെ പോയി ഗൈസ്, പാവം തുമ്പി. ഷോ നമ്മൾ പോവുക പറയും. പുതിയ ബൈക്ക് കണ്ടപ്പോഴത്തേക്ക് അല്ലൂട്ടൻ നൈസായിട്ട് ഞങ്ങൾ ഒഴിവാക്കി ഗൈസ്. അവൻ അവരുടെ കൂടെ പോയി. അങ്ങനെ തന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ തുമ്പമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് മുകളിലെ വിൻഡോ ഒക്കെ നീക്കിയൊന്ന് മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്കെല്ലാം ആദ്യം ഒരു പേടിയാണ്, പിന്നെയാണ് അവളതൊന്ന് ഓക്കെ ആവട്ടെ. എന്നെ പോലെ തോന്നുന്നു, എനിക്ക് എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനൊക്കെ പേടിയാണ്. വെള്ളം, വണ്ടി, ഇതൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. അതുപോലെയാണ് എൻ്റെ തുമ്പി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ അതാ ഞങ്ങളും നൈസായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അമ്മ വരാൻ നേരത്ത് അമ്മേനെ പോയി കൂട്ടണം. പിന്നെ ചിക്കൻ നമുക്ക് ഇന്ന് കോഴി ഗ്രില്ല് ചെയ്യണം, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താവും എന്നുള്ളത്, നിങ്ങൾ കണ്ടു നോക്ക് കേട്ടോ. ഇത് വെറുതെ അവരുടെ ഒരു ആഗ്രഹത്തിന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ, അങ്ങനെ ഇരുത്താറില്ല കേട്ടോ. അവളെ ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വലിയ പ്ലാനിങ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നടക്കുന്ന എല്ലാപ്പോഴും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നടക്കുക. മീൻസ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും എന്നും ചെയ്യണ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ ചെയ്യുക. അതിപ്പോൾ എന്താ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഞങ്ങളിതാ വീട്ടിൽ ചെന്ന പാട് ചെക്കൻ ഇവിടെയും അത് അവിടെ വന്ന് കിടക്കുന്നു. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കണ്ട. കഴിഞ്ഞ ദിവസം വൈശാട്ടനും അപ്പും കൂടെ കണ്ണൂർ പോയിണ്ടായിരുന്നു ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ക്ഷീണം കേട്ടോ. പിന്നെ അത് ആര്യ വിളക്ക് വെക്കുമ്പോൾ കണ്ടില്ലേ ഒരുത്തി വാലാണ്, ആര്യൻ്റെ വാലാണ് കേട്ടോ. ആര്യ എവിടെ പോയാലും വാലുമ്മ തൂങ്ങി നടക്കുകയാണ് തുമ്പീൻ്റെ മെയിൻ ഹോബി. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് പോകുന്ന സമയത്തൊക്കെ ആര്യൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഓക്കെ ആയിരിക്കും എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതിന് ആര്യാണെങ്കിലും മക്കളെ നല്ലോണം കൊഞ്ചിച്ച് കൊണ്ടെടുക്കും. ഇതിൻ്റെ അടുത്ത് നിന്നാണ് പിന്നെ അവർക്ക് ചീത്ത അടിയൊക്കെ കേൾക്കൽ. പക്ഷെ അവൾ അങ്ങനെ ഒന്നും പറയില്ല, എപ്പോഴും കൊഞ്ചിച്ചുകൊണ്ടാണ് നടക്കുക. അതുകൊണ്ട് ആര്യനോട് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ ഇതാ വിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം തന്നെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. ഇനി കുറച്ച് പണികളുണ്ട്. ആര്യ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അപ്പു അകത്തായിട്ടോ കിടത്തും. അത് കഴിഞ്ഞ് ആര്യ ചെടി നനയ്ക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ കുറച്ച് പഴമൊക്കെ അരിഞ്ഞിട്ട് അത് ജസ്റ്റ് നെയ്യിലൊക്കെ ഇട്ട് നിങ്ങൾ വാട്ടിയെടുത്തു കേട്ടോ. നമുക്ക് ചായ കുടിക്കണ്ടേ. തുമ്പി ആദ്യം നന്നായിട്ട് പഴം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അമ്മേനെ കൂട്ടി അപ്പവും അല്ലൂട്ടനൊക്കെ വന്നു. അല്ലൂട്ടൻ അതിലിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല കേട്ടോ അവൻ. അമ്മ ഇപ്പോൾ വന്നു എന്നുള്ളതൊന്നും കാര്യമില്ല. അമ്മ ഇപ്പോൾ അതാ വന്ന പാടും അമ്മ പ്രാക്ടീസിന് പോകട്ടോ. ഈ കൈകൊട്ടിക്കളീൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുമ്പി തെറ്റിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്താണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആരുടെ അടുത്തോ തെറ്റൽ കുറേ ഉള്ളതുകൊണ്ടേ ഏതാണെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഇതാ തുമ്മമ്മ തെറ്റിയാത്തിരിക്കുന്നോടത്തുനിന്ന് അപ്പു വിളിച്ചപ്പോൾ വേഗം വരികയൊക്കെ ചെയ്തിട്ടോ. അമ്മ പ്രാക്ടീസിന് പോയി. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഗ്രില്ല് ചെയ്യുക അതാക്കുക എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ആവുള്ളൂ എന്ന് കുറേ ചിക്കൻ എടുത്തിട്ട് ആരി പൊരിച്ചു, ഞാൻ കറിയും വെച്ചു. ഓക്കെ. തുമ്പി അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വെള്ളം കൊണ്ടുവന്ന് മറിച്ചും അതും ഇതൊക്കെ ആക്കി ഡ്രസ്സിലൊക്കെ അലമ്പാക്കി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല. നല്ല ഉറക്കുക. കാരണം അപ്പൂനും വൈശാട്ടിനും നല്ല ക്ഷീണമുണ്ട്. കഴിഞ്ഞ ദിവസം വണ്ടിയിലൊക്കെ യാത്ര ചെയ്തതിൻ്റെ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അണ്ണാച്ചിക്കോല എടുക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു പോയി ഗൈസ്. എന്ത് ചെയ്യാനമല്ലയ്യ. അങ്ങനെ ഞാനിതാ അവിടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്യ അവിടെ ചിക്കൻ പൊരിക്കാനുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മേ കറി വെക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ചിക്കൻ മൊത്തത്തിൽ പൊരിക്കണോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇനി അമ്മ പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 9 മണി അങ്ങനെയൊക്കെ ആവും. അപ്പോഴത്തേക്കും പണികളൊക്കെ തീർത്ത് നമുക്ക് എല്ലാവർക്കും പാടെ ഫുഡ് കഴിക്കാമല്ലോ. അതൊക്കെയാണ് പ്ലാന്. അപ്പോഴും ഞാൻ പറയാം ഇത് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ചിക്കൻ അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കറി വെക്കും പൊരിക്കും ഇതേ ഉണ്ടാവുള്ളൂ എന്നിട്ടോ. അപ്പോൾ വലിയ പ്ലാനിങ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ അധികമൊന്നും നടക്കാറില്ല കേസ്. അതാണ് സംഭവം. അങ്ങനെ ഇത് ആര് ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഓക്കെ. തൊട്ടിപ്പുറത്ത് നമ്മളിതാ ചിക്കൻ കറി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ആയിട്ട് വേണം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊന്നും ഡൈനിങ് ഹാളിൽ പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് മക്കളേത്. അമ്മേൻ്റെ പൗഡറിൻ്റെ ടിന്നെടുത്ത് കൊടുത്തിട്ട് അപ്പു തന്നെ പറഞ്ഞതാണ് പുറത്തൊക്കെ കേട്ടോ മാമനെ സുന്ദരനാക്കിക്കുമെന്ന്. പക്ഷേ അവൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബോധമല്ലാതെ ഉറങ്ങാണ് മൂപ്പര് കേട്ടോ. പക്ഷേ ഇതായിരുന്നു അവൻ്റെ അവസ്ഥ. മക്കളൊന്ന് സുന്ദരനാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് സുന്ദരനാക്കി കൊടുത്തു. മേലാസകലം പൗഡർ ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവൻ പെന്നെടുത്ത് കൊടുത്തു വരച്ചോന്ന് പറഞ്ഞിട്ട്. ഇവൻ ഈ ഉറങ്ങുമ്പോൾ എന്തൊരു സുഖത്തിന് വേണ്ടിയിട്ടേ ഇവരോട് ഇതൊക്കെ പറഞ്ഞ് ഇവർ നല്ല ഉഷാറാക്കി പെന്നെടുത്തിട്ട് പുറത്തും കയ്യിലൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവരിങ്ങനെ കിടക്കണ ആൺമയ്ക്കിൻ്റെ അച്ഛനെ ഓർമ്മ തന്നെ കേട്ടോ. അച്ഛനും ഇങ്ങനെ വന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ വന്ന് കിടക്കുമ്പോൾ അല്ലൂട്ടൻ കുഞ്ഞാവേ ആവുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഒപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവസാനം നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട് മക്കളുണ്ടാളും കൂടെ മാമനാണിതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിൽ തന്നെ എണീറ്റ് കഴിഞ്ഞാലായിരിക്കും മൂപ്പർക്ക് ബോധം വരും. ഈശ്വര അതെന്താ ആക്കിയതെന്ന്. അമ്മ വന്നാന്ന് ചീത്ത ഉറപ്പാണ്. അമ്മ വാങ്ങി വെച്ച പുതിയ പൗഡർ ഒരു പകുതിയിലേറെ മക്കൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ വന്നു. അമ്മേൻ്റെ അടുത്ത് നല്ല ചീത്തയൊക്കെ കേട്ട് അത് കഴിഞ്ഞത് അമ്മ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും അവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അമ്മ മക്കൾക്ക് ഫുഡും കൊടുക്കുന്നുണ്ട്. അല്ലുട്ടൻ്റെ കയ്യിലേക്ക് ഫോൺ കിട്ടുന്ന ഏക സ്ഥലം എവിടെയാണ് കേട്ടോ. ഇവിടെ വന്നവൻ എങ്ങനെയെങ്കിലും അമ്മേനെ സോപ്പിട്ടിട്ട് ആ ഫോൺ കൈക്കലാക്കുന്നുണ്ട്. അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണേ. ചോറ് ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ ഇരിക്കുമ്പോൾ ഞാനുണ്ടല്ലോ സമാധിയിൽ നിന്ന് എണീറ്റ് വന്ന മറ്റേ സ്വാമീനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം കയറി ഇരിക്കുമ്പോൾ കയ്യിൽ കുറേ ചരടും കുറേ ഭസ്മം തേച്ച പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മൂപ്പരിത് എന്താ ഇപ്പം എൻ്റെ മേലൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഇപ്പം എന്താണെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. നല്ല കഥ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് തുമ്പമ്മയ്ക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ ടേബിളിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ടേബിളിൽ കസേരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മേൻ്റെ അടുത്ത് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ കുട്ടി. മറവി ഒരു തെറ്റല്ലല്ലോ അല്ലേ. പിന്നീട് വീഡിയോ എടുക്കാനോട് മറന്നുപോയി ഗൈസ്. ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എണീറ്റ് അമ്മ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ തീർത്ത് അത് കഴിഞ്ഞ് ഞാനും ആരും കൂടെ ബാക്കി പണികളൊക്കെ തീർത്ത് അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്തുള്ള വീഡിയോ ആണിത്. അമ്മ പണിക്ക് പോയി കേട്ടോ. അങ്ങനെ കളിക്കൂല. നേരെ തുള്ളല്ലോ ഒരുമാതിരി ഗേറ്റിനപ്പുറത്ത്. അയ്യോ പിണങ്ങിയതാണോ? ചെണ്ടോട്ട് കഴിഞ്ഞോ? അല്ലുട്ടന്റെ കാലത്തോട് അയ്യോ കാല് വെട്ടി എന്റെ പട്ടി തൊടും കാല്.
തുമ്പിമോളെ ആര്യ തൃശ്ശൂര് പോവാണെന്ന്. വേണ്ടേ? എന്ത് ആര്യല്ലേ തൃശ്ശൂര് പോവാണെന്ന്? ആണ്. പറഞ്ഞോളൂ. പോവാണതാ മാറ്റാ. ആര്യ തൃശ്ശൂര് പോവാണ്. തൃശ്ശൂര് നിങ്ങൾ ഇറങ്ങണോ? അടയ്ക്കാനും പറ്റും. ചേട്ടൻ ഇറങ്ങി മോളും വാടിയത്. ആര്യനെ തൃശ്ശൂർ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പു പോവാണ് കേട്ടോ. കൊണ്ടാക്കിയിട്ട് വേഗം വരും. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതാ കണ്ടോ, വലിയ പാവേനൊക്കെ എടുത്തുകൊണ്ടാണ് ഒരുത്തി പോണത്. അങ്ങനെ ഇതാ അവരിറങ്ങുന്നതിൻ്റെ സങ്കടത്തിലാണ് തുമ്പമ്മ കേട്ടോ. ആര്യ പോണ്ട, ശിശൂര് പോണ്ടെന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കരച്ചിലാണ് പിന്നെ അമൃത് നടക്കുന്നത്. ഞങ്ങളെ കുറേ കരച്ചിൽ കേൾപ്പിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യണത്. ഞാൻ വിചാരിച്ചു ഇവന് ഈ മുണ്ട് കൊടുത്തിട്ടാണ് പോണത്. താഴെ വന്നപ്പോൾ എൻ്റെ പാൻറ്റൊക്കെ എടുത്ത് മാറ്റുന്നു കേട്ടോ. തുമ്പമ്മ അപ്പോഴും സങ്കടത്തിലാണ് ഗൈസ്. അവളെ കൂട്ടാതെ പോകുന്നത് ശരിയാണോ നിങ്ങൾ പറ? വീഡിയോ എടുക്കുന്നതിന് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷേ ഞാനൊന്നും മൈൻഡാക്കില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടോ. തുമ്മമ്മയാണ് ഭയങ്കര കരച്ചിലാണ്. പിന്നെ അപ്പോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നിട്ടോ. കുട്ടീനെ കൂട്ടാതെ പോവുകയാണ് അവർ എന്നുള്ളതൊക്കെ കുട്ടിക്ക് ഏകദേശം മനസ്സിലായി. പിന്നെ ഈ ഹെയർ സ്റ്റൈൽ എൻ്റെ കുറച്ച് കലാവിരുദ്ധകളാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേസ്. എങ്ങനെയുണ്ട് സെറ്റായില്ലേ? കുറച്ച് കഴിയുമ്പോൾ ഇവളെന്നെ എടുത്തിട്ട് അടിക്കും, എന്തൊക്കെ കോലത്തിലാ തള്ള എന്നെ നടത്തിയെന്ന്. പക്ഷേ എന്തായാലും ഇപ്പോഴല്ലേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ എന്തൊക്കെയാണ് ചെയ്തു ഗൈസ്, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ആര്യ അപ്പം കൂടെ സാധനങ്ങളൊക്കെ കൂട്ടി പെറുക്കിയിട്ട് എന്തൊക്കെയോ എടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ സാധനം എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോഴും തുമ്പീൻ്റെ ഈ കരച്ചിൽ നിൽക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കരയണ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവളെൻ്റെ മോള് തന്നെ. എനിക്ക് സങ്കടം വന്നാൽ അത് എവിടുന്നാ എത്രമാത്രം കണ്ണീര് വരുന്നത് എനിക്കറിയില്ല ഗൈസ്. അതുപോലെ തന്നെ കുട്ടി ഇതാ കണ്ണെന്ന് കണ്ണീര് വരുന്ന, മൂക്ക് വിഴിയുന്ന, കരച്ചിലായിരുന്നു കേട്ടോ. നമുക്കും പോവാം, അച്ഛൻ്റെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്കൊരു ഇതില്ല കേട്ടോ. കുട്ടി തൃശ്ശൂർ പോവുക തന്നെ വേണം നോക്ക്. തൃശ്ശൂർ പോകണം, ആര്യ പോണ്ട്, ആര്യൻ്റെ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഏങ്ങി കരയാൻ തുടങ്ങിയിട്ടാ. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അവളെ ഞങ്ങൾ സമാധാനിപ്പിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ കുട്ടിക്ക് വിശന്നിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. രാവിലെ അധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില ദിവസം അങ്ങനെയാണ്, ഭയങ്കര മടിയായിരിക്കും കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ അധികം ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചോറെടുത്ത് വന്നപ്പോൾ പിന്നെ അത് കഴിക്കാനിരുന്നു. ഇവർ പോയ സങ്കടത്തിൽ കുറച്ച് നേരം കൂടിയൊക്കെ കരഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നത്. ഇനി ആരും എന്താ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഉത്സവം തുടങ്ങുക കേട്ടോ, തറവാട്ടമ്പലത്തിൽ. അപ്പോൾ അവൾക്ക് പീരീഡ്സ് ആയ പിന്നെ അവിടെ നിൽക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പിന്നെ അവൾ അവിടെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അപ്പു അവളെ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരും. ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും, കാരണം അമ്മ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവും. അപ്പോൾ ഇതൊക്കെയാണ് നടന്നത്. ഓക്കെ, അങ്ങനെ തുമ്പമ്മ അവർ പോകുന്ന സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുക. ഞാൻ പിന്നെ തുമ്പിയെന്ന് വിളിക്കുന്നുണ്ട് തിരിയാൻ വേണ്ടിയിട്ട്. പക്ഷെ തിരിയണില്ല, കുട്ടി അതന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഏറെക്കുറെയൊക്കെ നോക്കിയായിട്ട് അവർ പോയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറൊക്കെ കൊടുക്കാമെന്ന് തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു അവളുടെ കരച്ചിൽ. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയും അതും ഇതൊക്കെ എന്തൊക്കെയോ ചെയ്തിരുന്നു, എന്തൊക്കെയോ കൊണ്ടുവന്ന് ചെയ്തു നോക്കി. പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ആൾ വൻ കലിപ്പിലായിരുന്നു ഗൈസ്. ഞാൻ എന്ത് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഇനിയിപ്പം വീട്ടിലേക്ക് പോകണം. കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പോസ് ചെയ്യലും പിന്നെ 2 പുതിയ ക്ലിപ്പ് കൂടെ കൊണ്ടുതന്ന് അതുകൂടെ കുത്തി കൊടുക്കാനൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുത്തി കൊടുത്ത് അങ്ങനെ അവൾ ഓക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകണം. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ നോക്കൂ ഗൈസ്. ഞാൻ ഏത് കെട്ടിയാലും ആരെങ്കിലുമൊക്കെ കെട്ടിക്കണം. അപ്പോൾ ഇത് ഞാൻ വെറൈറ്റി കെട്ടിയത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തോളൂ. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരും. അത്രയും എന്താ പറയുക, പ്രൊഫഷണലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ തലയിലൊരു താജ്മഹൽ പണിയുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും അവിടെ അല്ല, അവരൊക്കെ വലിയമ്മേൻ്റെ വീട്ടിൽ ഇന്ന് എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയതാണ്. ഇളയമ്മ അച്ഛനാണ് വീട്ടിലുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ രണ്ടും കൂടെ ഏതാ വൈശേട്ടനെ മേൽ ചാടി കയറി ഇരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച്, കാരണം ഈ ഏട്ടൻ തിരിച്ചു പോയ ഏട്ടൻ ഇത് നോക്കി അയവിറക്കണം, ഞങ്ങളും ഇത് നോക്കി അയവിറക്കണം. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന ഓരോരോ മൊമെൻറ്റ്സ് ഞാൻ എടുത്തു വെക്കും. എനിക്കതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായത്തരങ്ങൾ പിന്നീടുള്ള ഓർമ്മകളാണല്ലോ. നിങ്ങൾ ആലോചിക്കണം, ഇത് എടുക്കുമ്പോൾ ഇവർ വലിയ ഡിമാൻഡായിരിക്കും. എവിടെ പോയാലും ഇവൾ ഫോൺ എടുത്തുകൊണ്ട് നടക്കുകയാണ്, വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഏട്ടൻ തന്നെ പറയും, ദൃശ്യേ അന്നെടുത്ത് ആ വീഡിയോ ഒന്ന് എനിക്ക് അയച്ചെന്നേ,
അല്ലെങ്കിൽ ആ റീൽസ് ഒന്നും എനിക്ക് അയച്ചെന്നേ അങ്ങനെ പറയും. അപ്പം എടുക്കുമ്പോൾ കുറ്റം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പറയും എടി അതൊന്നും അയച്ചേന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാം ഓരോ മെമ്മറീസ്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചു. കാരണം തുമ്പമ്മേൻ്റെ ഒക്കെ കുഞ്ഞുനാളിലെ വീഡിയോസൊക്കെ ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ടൈം. എന്തൊരു പെട്ടെന്ന് ആ മക്കൾ വളരുന്നല്ലേ. തുമ്പമ്മേനെ എൻ്റെ കയ്യിലേക്ക് കിട്ടി ഈ തലേ ദിവസത്തെ പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ ഇവരുടെ പിന്നാലുള്ള ഓട്ടം എനിക്ക് അങ്ങനെയല്ല, കുറേ കാലങ്ങളായിട്ട് ഞാൻ ഓടുന്നൊരു ഫീൽ എനിക്കുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചിട്ട് ഏട്ടൻ തന്നെ പറയാം, എൻ്റെ മൂക്ക് കുത്തുന്നുണ്ട്, ഞാൻ നിങ്ങളെ കണ്ണ് കുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയതെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കത്തിയടിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.